ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:13-14 പൗലോസ് ഇവിടെ താൻ അനുഭവിക്കുന്ന തന്റെ ശരീരത്തെ ബലഹീനതയെപ്പറ്റി പ്രസ്താവിക്കുന്നു. ദൈവം വെളിച്ചിറക്കി ജാതികളുടെ ഇടയിൽ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പൗലോസ്. എന്നിട്ടും ദൈവം പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം കൊടുത്തു. എന്തിനാണ് ദൈവത്തിന്റെ വേല കഠിനമായി ചെയ്തുകൊണ്ടിരുന്ന പൗലോസിന് ദൈവം ഒരു ശൂലം നൽകിയത്? എന്തിനാണ് ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യനെ ദൈവം സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? നാം ചിന്തിക്കാറില്ലേ? ഇയ്യോബ് ഭക്തനാണെന്ന് യഹോവ സാക്ഷ്യം പറഞ്ഞു. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ഇയ്യോബ് 1:8. സാത്താനും ഇയ്യോബിനെ ഭക്തനെന്ന് സാക്ഷിച്ചു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് എന്ന് ഇയ്യോബ് 1:9 നാം കാണുന്നു. യഹോവയും സാത്താനും ഇയ്യോബ് ദൈവഭക്തനെന്ന് പറഞ്ഞു. എന്നിട്ടും ഇയ്യോബിനെ പരീക്ഷിക്കാൻ ദൈവം ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? ഇയ്യോബിന്റെ ദൈവഭക്തിയുടെ ആധാരം അവന്റെ ധനമോ വസ്തുക്കളോ മക്കളോ അവന്റെ ആരോഗ്യവുമല്ല എന്ന് സാത്താനെ ദൈവം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു അത്. ദൈവം അവനെ കൊന്നാലും അവൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമെന്നും ദൈവസേനയിൽ തല ഉയർത്തി നിൽക്കുമെന്നും സാത്താനെ ബോധ്യപ്പെടുത്തുവാനായിരുന്നു ഇയ്യോബിനെ സാത്താന്റെ പരീക്ഷണത്തിന് ദൈവം അനുവദിച്ചത്. എന്നാൽ പൗലോസിന് ശരീരത്തിൽ ശൂലം നൽകിയത് എന്തിനാണ്? സാത്താന്റെ ദൂതനെ കുത്താൻ ഏൽപ്പിച്ചത് എന്തിനാണ്? പൗലോസ് നിഗളിച്ചു പോകാതിരിപ്പാൻ വേണ്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 12:7-9 നിഗളിച്ചാൽ വീണുപോകും എന്നതിന് സത്യവേദ പുസ്തകം 2 പ്രധാന തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് ലൂസിഫറിന്റെ ഉദാഹരണം, 2 ഉസിയാവിന്റെ ഉദാഹരണം. ലൂസിഫർ നിഗളം നിമിത്തം വീണുപോയതായി യെശയ്യാവ് 14:12 യഹസ്കേൽ 28:11-17 വരെയുള്ള വേദഭാഗവും 1 തീമോഥെയോസ് 3:6 നാം കാണുന്നു. ദൈവം ഏറ്റവും കൂടുതലായി വെറുക്കുന്നത് നിഗളം എന്ന പാപത്തെയാണ്. തന്റെ കൂടാരം ദൈവസിംഹാസനത്തിന് മുകളിൽ വയ്ക്കുമെന്ന് ലൂസിഫർ നിഗളിച്ചു പറഞ്ഞു. ഫലമോ, ലൂസിഫർ വെട്ടേറ്റ് നിലത്ത് വീണു. നിലത്ത് വീണ ലൂസിഫറും അനുയായികളും മനുഷ്യരിൽ ഇന്ന് ഈ നിഗളം കുത്തിവയ്ക്കുന്നു. ദൈവത്തെ പോലെ ആകാമെന്ന് പറഞ്ഞ് ഈ നിഗളത്തെ നമ്മുടെ ആദി മാതാപിതാക്കളിൽ പാകി. അവരും വീണുപോയി. ഈ നിഗളം തലമുറ തലമുറയായി സാത്താൻ ഏവരിലും നൽകിക്കൊണ്ടിരിക്കുന്നു. ഉസിയ രാജാവിൽ ഈ നിഗളം കയറി, നെറ്റിയിൽ കുഷ്ഠം പൊന്തി. ലൂസിഫർ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ തന്റെ സിംഹാസനത്തിന് ഉയരം കൂട്ടാൻ ശ്രമിച്ചു. ഉസിയാവോ ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ നിഗളത്താൽ ചെയ്യുവാൻ സാഹസം കാട്ടി. രണ്ടുപേരും വീണുപോയി. ജീവിതത്തിൽ ദൈവം പല ശൂല്യങ്ങളും അനുവദിക്കും. ചിലത് എത്ര പ്രാർത്ഥിച്ചാലും നീങ്ങിപ്പോകുകയില്ല. പൗലോസ് 3 തവണ ശൂലം നീങ്ങുവാൻ ദൈവത്തോട് കേണപേക്ഷിച്ചു. എന്നാൽ ദൈവം ശൂലത്തെ നീക്കിയില്ല. നമ്മുടെ അരുമനാഥനായ യേശു കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പിതാവിനോട് കേണു. പിതാവായ ദൈവം ആ പ്രാർത്ഥന കൈക്കൊണ്ടില്ല. എന്നാൽ പകരം അത്യുന്നതിന്റെ ശക്തി 2 പേർക്കും പകർന്നു കൊടുത്തു. ജീവിതത്തിലെ വേദനകളും ശോധനകളും എത്ര കഠിനമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിച്ചിട്ടും നീങ്ങിപ്പോകുന്നില്ലെങ്കിൽ പതറിപ്പോകേണ്ട. അതിന് പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഭക്തനായ ഇയ്യോബിനെ പരീക്ഷണത്തിന് വിട്ടുകൊടുത്തത്
സാത്താനെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്ന പൗലോസിനെ സാത്താന്റെ ദൂതൻ കുത്തുന്നതിനായി വിട്ടുകൊടുത്തത് പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. യേശുവിനെ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചത് പാപികളായ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ജീവിതത്തിന്റെ തീവ്രമായ പരീക്ഷണ ഘട്ടങ്ങളിൽ യാതൊന്നും ഭയപ്പെടേണ്ട. ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല. എല്ലാം കഷ്ടതകളുടെ പിന്നിലും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മെ ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിപ്പിക്കുവാനും കൊള്ളാവുന്നവരായി നിലനിർത്തുവാനും ആണ്. അതിനാൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 119 സങ്കീർത്തനം അതിന്റെ 71 വചനം. അതിനാൽ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം, നിന്റെ കൃപ എനിക്ക് മതി. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. 1 പത്രോസ് 5:5-6 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.